ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. കണ്ണിന് പകരം കണ്ണ്, കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന ഉപദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് യേശു പറയുന്നു. ഈ തത്വം മതനേതാക്കന്മാർ പഠിപ്പിച്ച രീതി തന്നെയാണ്. ഇന്നത്തെ ആളുകൾ തത്വം പഠിപ്പിക്കുന്നതെന്ന് കർത്താവ് ചൂണ്ടിക്കാട്ടുന്നത് അവർ തത്വത്തെ മാത്രം സ്നേഹിക്കുന്നു, എന്നാൽ സത്യത്തെ അവർക്ക് സ്നേഹിക്കുവാൻ സാധിക്കാതെ പോകുന്നു എന്നതുകൊണ്ടാണ്. ഈ തത്വം പറയുന്നത് ആളുകൾ നിങ്ങളോട് ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്കും ചെയ്യുക എന്ന സത്യമാണ് അഥവാ അർത്ഥമാണ്. ഇവിടെയുള്ള ഒന്നാം ചിന്ത ആളുകൾ നിങ്ങളോട് ചെയ്യുന്നത് നിങ്ങൾ അവരോടും ചെയ്യുവിൻ എന്നാണ്. മനുഷ്യർക്ക് നാം ചെയ്യുന്നത് മനുഷ്യരുടെ പ്രതിഫലമാണ് എങ്കിൽ അവിടെ ദൈവത്തിന് സ്ഥാനമില്ല എന്ന് അർത്ഥം. മനുഷ്യരോട് നീ ഇടപെടുന്നത് നിന്റെ ആഗ്രഹങ്ങൾക്ക് ഒത്താണെങ്കിൽ, അവരുടെ പ്രവൃത്തിക്കൊത്താണെങ്കിൽ അവിടെ ദൈവത്തിന് സ്ഥാനമില്ല. നിങ്ങൾ ജീവിക്കുന്ന തത്വങ്ങൾ മനുഷ്യരാൽ മെനയപ്പെട്ടതും ദൈവഹിതവും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത തത്വത്തിന് ദൈവവുമായി യാതൊരു ബന്ധവുമില്ല. നീ എൻ്റെ കണ്ണെടുത്താൽ എനിക്ക് നിന്റെ കണ്ണ് എടുക്കാം. കർത്താവ് പറയുന്നു, നിങ്ങളുടെ തത്വമോ നിയമമോ അല്ല ദൈവത്തിൻ്റേത് എന്ന രണ്ടാം തലമാണ്. ലേവ്യർ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യം പറയും, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ഞാനാണ് കർത്താവ്. അങ്ങനെയെങ്കിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് ദൈവത്തിൻ്റെ ഹിതമല്ല എന്നത് വ്യക്തം. മനുഷ്യൻ്റെ ഹൃദയകാഠിന്യം നിമിത്തം മനുഷ്യരാൽ എഴുതപ്പെട്ട ഒരു നിയമം, അത് കർത്താവായ യേശുനാഥൻ യഥാർത്ഥത്തിൽ തിരുത്തുകയാണ് ഇവിടെ. ഒരുപക്ഷെ കോടതികൾ നൽകുന്ന ശിക്ഷ കുറ്റത്തിന് യോജിച്ചതായിരിക്കണം എന്ന തലമായിരിക്കും ഇവിടെ നിലകൊള്ളുന്നത്. കുറ്റകൃത്യങ്ങൾക്ക് അനുയോജ്യമായ ശിക്ഷയാണ് മാനുഷിക നീതി. ഇവിടെ കർത്താവായ യേശുനാഥൻ മാനുഷിക നീതിയല്ല, ദൈവീക നീതി കൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നു. മൂന്നാം തലം, യേശുനാഥൻ ദൈവത്തിൻ്റെ നിലവാരം അതുള്ളിടത്തേക്ക് തിരികെ കൊണ്ടുവരുന്നു. അഥവാ മനുഷ്യൻ്റെ നിലപാടിൽ നിന്നും നീതിയിൽ നിന്നും ദൈവത്തിൻ്റെ നീതിയിലേക്ക് കർത്താവ് നിയമത്തെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലത്തു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. കർത്താവ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിന് പകരം നിങ്ങൾ സ്വയം വിട്ടുകൊടുക്കുക. ദുഷ്ടനോട് പ്രതികാരം ചെയ്യരുത്. പ്രതികാരം ചെയ്യുവാൻ വിസമ്മതിക്കുക മാത്രമല്ല, പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നൽകുകയും ചെയ്യുക എന്നതാണ്. ഇതാണ് സമ്പൂർണതയുടെ 4-ാം തലം. ഒരുവൻ ചെയ്യുന്നതിന് പ്രതികാരം ചെയ്യുകയല്ല, അവനൊരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അവനിലേക്ക് സ്നേഹവും നന്മയും നീതിയും നീതിക്കതീതമായ കരുണയുടെ തലവും നീ ചെയ്യുമ്പോൾ നിന്റെ സ്പർശനത്തിൽ, പ്രതികരണത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകും. മനുഷ്യരുടെ ആഗ്രഹത്തിൻ്റെയും ചിന്തയുടെയും നീതിയുടെയും തലത്തിൻ്റെ അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ തലത്തിലേക്ക് കർത്താവായ യേശുനാഥൻ നമ്മെ കൊണ്ടുപോകുന്നു. അതുവഴി നാം ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ വക്താക്കളുമായി മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, നമ്മുടെ പ്രവൃത്തികളിലും വാക്കുകളിലും ദൈവ സ്പർശനം ഉണ്ടാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.